All of you welcome. Today we discuss the first chapter, projection. Chapter 1, Projection. Projection is the representation of the image of an object on a plane observed by a viewer. The task of recording shape and size of three-dimensional object on two-dimensional drawing sheet is done by the method of projection. ഒരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ ടു ഡയമെൻഷണൽ ഡ്രോയിങ് ആയി കൺവെർട്ട് ചെയ്യുന്നതാണ് പ്രൊജക്ഷൻ. If straight lines are drawn from the various points of an object to meet a plane, the object is projected on that plane. The line from the object to the plane are called projectors, and the plane on which the projectors meet is known as plane of projection. ഈ ഒബ്ജക്റ്റിൻ്റെ വേരിയസ് പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ഒരു പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്നു. ഈ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഈ പ്ലെയിനിൽ ലഭിക്കുന്നു. Thus the image is projected on that plane. ഒബ്ജക്റ്റിൽ നിന്നും വരയ്ക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻസിനെ പ്രൊജക്ടേഴ്സ് എന്നും ഈ പ്ലെയിനെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്നും പറയുന്നു. കൺസെപ്റ്റ് ഓഫ് പ്രൊജക്ഷൻ. Look at an object in front of an illuminating bulb as shown in figure. Light rays from the bulb strike the object and create its shadow on the screen. The image thus obtained represents a view or the projection of the object. ഒരു ഇലുമിനേറ്റിംഗ് ബൾബിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ നിഴൽ സ്ക്രീനിൽ ലഭിക്കുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റിൻ്റെ വ്യൂസ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ ആണ്. സിസ്റ്റം ഓഫ് പ്രൊജക്ഷൻ. ബേസ്ഡ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് പ്രൊജക്ടേഴ്സ്, പ്രൊജക്ഷൻസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആൻഡ് പാരലൽ പ്രൊജക്ഷൻ. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. If rays of sight are converging to a particular station point, as in camera, the result is perspective projection. ഒബ്ജക്റ്റിൽ നിന്നും വരയ്ക്കുന്ന പ്രൊജക്ടേഴ്സ് എല്ലാം ഒരു സ്റ്റേഷൻ പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, പാരലൽ പ്രൊജക്ഷൻ. If rays of sight are parallel to the picture plane, the result is called parallel projection. ഒബ്ജക്റ്റിൽ നിന്നും പ്ലെയിനിലേക്ക് വരയ്ക്കുന്ന ഓരോ പ്രൊജക്ടേഴ്സും പാരലൽ ആണെങ്കിൽ അങ്ങനെ ലഭിക്കുന്ന ഇമേജിനെ പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നു. പ്രൊജക്ടേഴ്സ്. The straight lines drawn from the surface of an object to the plane on which the image of the object is obtained are called projectors. ഒബ്ജക്റ്റിൽ നിന്നും പ്ലെയിനിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനിനെ പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നു. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. The plane surfaces which are used to project the views of an object are called principal plane or reference plane, and these are assumed as transparent. ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലെയിൻ സർഫസിനെ പ്രിൻസിപ്പൽ പ്ലെയിൻ അല്ലെങ്കിൽ റെഫറൻസ് പ്ലെയിൻ അല്ലെങ്കിൽ പ്ലെയിൻ എന്ന് പറയുന്നു. ഈ പ്ലെയിനെ നമ്മൾ ട്രാൻസ്പെറൻ്റായി കണക്കാക്കുന്നു. These are horizontal plane, vertical plane and profile plane. First one is horizontal plane, a plane parallel to the ground
is called horizontal plane. Second one, vertical plane. A plane perpendicular to the ground is called vertical plane. ഗ്രൗണ്ടിന് പാരലായ പ്രിൻസിപ്പൽ പ്ലെയിനെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ HP എന്ന് പറയുന്നത്. ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലറായ പ്രിൻസിപ്പൽ പ്ലെയിനെ വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ VP എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, പ്രൊഫൈൽ പ്ലെയിൻ. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ പ്ലെയിൻ perpendicular to both the horizontal and vertical planes, and it is denoted by PP. It is also known as auxiliary vertical plane or AVP. ഇതാണ് പ്രൊഫൈൽ പ്ലെയിൻ. ഇതൊരു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. VPക്കും HPക്കും പെർപെൻഡിക്കുലറും ആണ്. Reference line. The line formed by the intersection of horizontal and vertical plane is called a reference line. It is denoted by line XY. It is also known as baseline. This is a reference line. ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിൻ്റെയും, ദാറ്റ് ഈസ് HP ആൻഡ് VPയുടെ ഇൻ്റർസെക്ഷൻ മൂലമുണ്ടാകുന്ന ലൈനാണ് റഫറൻസ് ലൈൻ എന്ന് പറയുന്നത്. ക്വാഡ്രൻറ്റ്. ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റഫറൻസ് പ്ലെയിൻസ് ഡിവൈഡ് ദ എൻറ്റയർ സ്പേസ് ഇൻറ്റു 4 quadrants with an angle of 90 degree, which is marked as first, second, third and fourth in anti-clockwise direction. This is the first quadrant. Is the second, third and fourth. Object is placed in the first quadrant. Object is placed in the first quadrant. Observer ഇവിടെ നിന്നും നോക്കിക്കാണുന്നു. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു HP ആൻഡ് VP? ദാറ്റ് ഈസ് എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. ഓക്കെ. ദെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു HP ആൻഡ് VP? യെസ്, ദാറ്റ് ഈസ് എബോവ് HP ആൻഡ് ബിഹൈൻഡ് VP. ഒബ്സർവർ ഇവിടുന്ന് നോക്കുന്നത് ഒബ്ജക്റ്റ് ഇവിടെ ആയിട്ട് വെക്കുന്നു, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വെക്കുന്നു. ഒബ്സർവർ നോക്കിക്കാണുമ്പോൾ ഈ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു HP ആൻഡ് VP എന്ന് പറയുന്നത് എബോവ് HP ആൻഡ് ബിഹൈൻഡ് VP. HPക്ക് മുകളിൽ, VPക്ക് പുറകിൽ. ദെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ തേർഡ് ക്വാഡ്രൻറ്റ്. Then say the position of object. Yes, below HP and behind VP. HPക്ക് താഴെ, VPക്ക് പുറകിൽ. Then the object is placed in the fourth quadrant. What is the position of the object? Yes, below HP and in front of VP. HPക്ക് താഴെ, VPക്ക് മുന്നിൽ. Okay. In this class, we learned the concept of projection, projective, plane of projection, reference line and quadrant. Rest part in the next class. Thank you.